ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് മിലേ സബ്കോ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ മിലേ സബ്കോ എന്ന് പറയുന്ന കവിത വളരെ മനോഹരമായിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്താ, പഠേ ലിഖേ ക്യാ ക്യാ ചാഹിയേ. നമ്മളോട് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓരോ പിക്ചർ തന്നിട്ടുണ്ടല്ലേ, എന്നിട്ട് അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതേണ്ടത്. ആദ്യത്തെ നോക്കിക്കേ മക്കളെ. ആദ്യത്തെ എന്താ, ഉഗിനെ, മുളയ്ക്കുകയല്ലേ. ഒരു വിത്ത് മുളച്ചു വരാൻ എന്തൊക്കെ വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്? നനവുള്ള മണ്ണ് വേണം അല്ലേ, അതായത് വെള്ളം വേണം, മണ്ണ്. അതിനർത്ഥം എന്താണ്? നമി മിഠി, നനവുള്ള മണ്ണ് വേണം. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? മിഠി ഓർ ബൂന്ത് ചാഹിയേ, മണ്ണും വെള്ളവും ആവശ്യമാണ് അല്ലേ. ഇനി അടുത്ത രണ്ടാമത്തെ നോക്കിയാൽ പൂവ് വന്നിട്ടുണ്ടല്ലേ, അത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്താ വേണ്ടത്? നമ്മൾ പഠിച്ചു, ഖിൽനെ കേലിയെ എന്താ ആവശ്യം? ഹവ ഓർ ധൂബ്. ഹവ എന്താ? കാറ്റും വെളിച്ചവും. ധൂബ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം നമുക്ക് ആവശ്യമാണ്. ഉഡ്നെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അല്ലേ. ഉഡ്ന എന്ന് പറഞ്ഞാൽ പറക്കുക. പറക്കാൻ എന്താ വേണ്ടത്? ചിറക് വേണം അല്ലേ. പിന്നെന്താ വേണ്ടത്? ആസ്മാൻ, ഖുലേ ഏക് ആസ്മാൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിശാലമായ ആകാശവും വേണം. ആകാശവും ചിറകും ഉണ്ടെങ്കിലല്ലേ പറക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് നമ്മളിവിടെ എഴുതിയത്. ഓക്കെയാണ്. അടുത്ത നോക്കിക്കോ, ഹമേം ജീനെ കേലിയെ ക്യാ ക്യാ ചാഹിയേ. നമുക്ക് ജീവിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ആവശ്യം? പദസൂര്യക്ക് പൂർത്തീകരേ. പദസൂര്യൻ നമുക്കറിയാം അല്ലേ, ഒരു കാര്യം ഇങ്ങനെ എഴുതിയിട്ട് അതിന് ചുറ്റും റൗണ്ട് വരച്ചിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. അതാണ് പദസൂര്യൻ. അപ്പോൾ നമ്മളോട് പറയുന്നത് പദസൂര്യനെ പൂർത്തീകരിക്കുക, ടിപ്പണി ലിഖേ. എന്നിട്ട് എന്ത് ചെയ്യാനാ? പദസൂര്യൻ മാത്രം എഴുതാൻ മതിയോ? ഇല്ല അല്ലേ, ടിപ്പണിയും കൂടി എഴുതണം. ടിപ്പണി എന്ന് വെച്ചാൽ എന്താ? കുറിപ്പ്, ലേഖനം. അതായത് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മളോട് ഒരു ലേഖനം കൂടി, അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാമല്ലേ, നമ്മൾ മനുഷ്യർക്ക് എന്തൊക്കെയാണ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ? നമുക്ക് വായു വേണം അല്ലേ, വായു വേണം, ജലം വേണം, ഭക്ഷണം വേണം, വസ്ത്രം വേണം, പിന്നെന്താ, ആരോഗ്യം വേണം, വിദ്യാഭ്യാസം വേണം. അതിലേ നമുക്ക് പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള നീഡ്സാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യത്തെ എന്താ? ആശ്രയം. ആശ്രയം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു സേഫ്റ്റി വേണം അല്ലേ, ഒരു സുരക്ഷിതത്വം വേണം. പിന്നെ ശിക്ഷ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം വേണം. ജലം വേണം. വസ്ത്രം വേണം. സ്വാസ്ഥ്യ, ഹെൽത്ത്, ആരോഗ്യം വേണം. ആരോഗ്യം ഇല്ലെങ്കിൽ എല്ലാം പോയി അല്ലേ, അത് ആരോഗ്യം വേണം. ഭോജൻ, ഭക്ഷണം വേണം. വായു, നമുക്ക് ശ്വസിക്കാനായിട്ടുള്ള വായു ആവശ്യമാണ്. അപ്പോൾ ഇത്രയല്ല നമ്മൾ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമ്മളോട് ഒരു ടിപ്പണി എഴുതാനാണ് പറഞ്ഞേക്കണം. മക്കളെ ഇവിടെ ശ്രദ്ധിക്കണേ, ടിപ്പണി ആയാലും ശരി, കവിത ആശയമായാലും ശരി, എന്ത് എഴുതാൻ പറഞ്ഞാലും നമ്മൾ ആദ്യം അതിനൊരു ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഹെഡിങ് കൊടുത്തതിന് ശേഷം മാത്രം എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങുക. നിങ്ങൾ എക്സാം എഴുതുന്ന ടൈമിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ്. ഏത് കാര്യം എഴുതുമ്പോഴും ടിപ്പണി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ ചോദിച്ചാൽ എന്തെഴുതുക? ഉറപ്പായിട്ടും അതിൻ്റെ ഹെഡ്ലൈൻ മുകളിൽ കൊടുക്കുക. അതിന് ശേഷം മാത്രം എഴുതാനായിട്ട് ശ്രമിക്കുക. നോക്കാം, കണ്ടോ ഇവിടെ കൊടുത്തിട്ടില്ലേ, മാനവക്കു ജീനയ്ക്കില്ലേ, മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടുത്തെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നുണ്ട്. വളരെ കുറച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഭയങ്കരമായിട്ട് വലുതാക്കിയിട്ടൊന്നും തന്നിട്ടില്ല, സിമ്പിളായിട്ടാണ് തന്നിട്ടുള്ളത്. വളരെ കുറച്ച് സെൻറ്റൻസേ ഉള്ളൂ. മാനവ് ജീവൻ കെലിയെ, മനുഷ്യൻ്റെ ജീവന് വേണ്ടിയിട്ട്. വായു, ജലം, ഭോജൻ, ഭക്ഷണം, और വസ്ത്രം എന്ന് പറഞ്ഞാലോ വസ്ത്രം. ജൈസി ബുനിയാദി ആവശ്യകതയും അനിവാര്യ. ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങളല്ലേ, നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഏക് സാമാജിക പ്രാണി ഹോനേക്കെ കാരൺ. സാമാജിക എന്ന് വെച്ചാൽ സാമൂഹ്യ ജീവി. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയല്ലേ. എന്ന് വെച്ചാൽ എന്താ? സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടല്ലേ ജീവിക്കുന്നത്. ഒറ്റയ്ക്ക് മനുഷ്യന് ജീവിക്കാൻ പറ്റുമോടാ? പറ്റില്ല അല്ലേ. അപ്പോൾ അതേക്ക് സാമാജിക പ്രാണി ഹോനേക്കെ കാരൻ, നമ്മളൊരു സോഷ്യൽ ആനിമലാണ്, സാമൂഹ്യ ജീവിയായത് കാരണം. ഉസേ സമാജുമേം, അവന് സമൂഹത്തിൽ. ഹുഷ്ഹൽ ജീവൻ, ഹുഷ്ഹൽ എന്ന് വെച്ചാൽ ഹുഷ് എന്തെന്ന് നിങ്ങൾക്കറിയാം അല്ലേ, സന്തോഷിക്കുക. അപ്പോൾ സന്തോഷപരമായൊരു ജീവിതം ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം? വിദ്യാഭ്യാസം വേണം, ആരോഗ്യം വേണം, സേഫ്റ്റി, സുരക്ഷ വേണം അല്ലേ. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അത്യാവശ്യമാണ്. ജറൂറത്ത് ഹേ, അത്യാവശ്യമാണ്. ഓക്കെ അല്ലേ? വായിച്ചു പഠിക്കുക.
അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ജോഡെ ഓർ വാക്യ ലിഖെ. ഇതിന് നമ്മൾ മാച്ച് ദി ഫോളോവിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നിട്ട് അതുമായിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. 1 2 3 4 3 കോളമായിട്ട് തന്നിട്ടുണ്ട്. ആ മൂന്നിൽ നിന്ന് ഓരോ വേർഡ് എടുത്ത് നമ്മൾ യോജിപ്പിക്കാനാണ് പറയുന്നത്. ആദ്യത്തെ എന്താ? ഉഗ്നെ അല്ലേ. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് കോളത്തിൽ നിന്ന് നമ്മൾ കേലിയെ എഴുതി. ഉഗ്നെ കേലിയെ. പറ മക്കളെ, ഉഗ്നെ കേലിയെ മുളച്ചു വരാൻ എന്താ ആവശ്യം? മിഠി ഓർ ബൂന്ത് അല്ലേ. മണ്ണും വേണം നനവും വേണം. കണ്ടോ, വേണം. ഹിന്ദിയിൽ ചാഹിയെ. അപ്പോൾ 4 കോളത്തിലെയും വേർഡ്സ് കണക്ട് ചെയ്ത് എഴുതേണ്ടതാണ്. ഉഗ്നെ കെ ലിയെ മിഠി ഓർ ധൂപ് ചാഹിയെ. അപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കേ, ഈ ഖിൽന എന്ന് വെച്ചാൽ വളരുക അല്ലേ. ഖിൽന കെ ലിയെ എന്ത് വേണം? നമ്മൾ വളരണമെങ്കിൽ എന്താ വേണ്ടത്? പഠിച്ചതല്ലേ, ഹവ ഓർ ധൂപ് ചാഹിയെ. ഓക്കെ. പക്നെ കെ ലിയെ. പക്ന എന്ന് വെച്ചാൽ പാകപ്പെട്ട് വരിക. എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ തീ ഉണ്ടെങ്കിലല്ലേ ഒരു കാര്യം നമുക്ക് നന്നായിട്ട് പാകപ്പെടുത്തിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ആ ലെവലിൽ ചിന്തിക്കുക കേട്ടോ. പക്നേക്ക് ലിയെ നമുക്ക് എന്ത് വേണം? ഥോഡി സി ആഗ് ചാഹിയെ. അല്പം തീ വേണം. കണ്ടോ, ഉഡ്നേക്ക് ലിയെ പറക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? അതറിയാം അല്ലേ. പങ്ക് ഓർ ആസ്മാൻ, ചിറകും വേണം ആകാശവും വേണം. ചാഹിയെ. ഈ 4 ബോക്സിൽ നിന്നും കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്ന വേർഡ്സിനെ എടുത്ത് എഴുതിയിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തതാണ് ജീനെ. ജീനെ മീൻസ് ജീവിക്കുക. ജീനെ കെ ലിയെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താവശ്യം? ജമീൻ ചാഹിയെ. ഭൂമി വേണ്ടേ? വേണം. ഇനി നമുക്ക് നോക്കാം. കണ്ട, ഖിൽനെ കെ ലിയെ ഹവ ഓർ ധൂപ് ചാഹിയെ. പക്നെ കെ ലിയെ ധോടി സി ആഗ് ചാഹിയെ. ഉഡ്നെ കെ ലിയെ പങ്ക് ഓർ ആസ്മാൻ ചാഹിയെ. ജീനെ കെ ലിയെ ജീവിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ജമീൻ വേണം. അപ്പം എന്നോടൊപ്പം പറയണേ. ഉഗ്നെ കെ ലിയെ മിഠി ഓർ ബൂന്ത് ചാഹിയെ. ഹിൽനെ കെ ലിയെ ഹവ ഓർ ധൂപ് ചാഹിയെ. പക്നെ കെ ലിയെ ധോടി സി ആഗ് ചാഹിയെ. ഉഡ്നെ കെ ലിയെ പങ്ക് ഓർ ഖുലെ ആസ്മാൻ, അല്ലെങ്കിൽ ആസ്മാൻ എന്ന് പറഞ്ഞാലും തെറ്റില്ല കേട്ടോ, വേണം. ജീനെ കെ ലിയെ ജമീൻ ചാഹിയെ. ജീവിക്കാൻ നമുക്ക് എന്ത് വേണം? ഭൂമി വേണം. ഓക്കെയാണ്. അടുത്തത് എപ്പോഴും ചോദിക്കും, എപ്പോഴും നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസിലെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ് ഇത്. കവിതാസെ സമാൻ ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖെ. അതായത് ഒരാശയമുള്ള കുറച്ച് ലൈൻസ് തന്നിക്കും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോയം കവിതയിലെ ലൈൻസ് ഏതാണോ അതിനെ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജീവൻ മേം ആകെ ബഡ്നെ കെ ലിയെ ക്ഷമത ഓർ ആസ്മാൻ കി തര ഖുല അവസർ മിൽന ചാഹിയെ. കണ്ടോ, നമുക്കെന്താണ്? വിശാലമായിട്ടുള്ള ആകാശം വേണമെന്നല്ലേ ഇവിടെ പറയുന്നത്. അതിനർത്ഥം നമുക്ക് ഒത്തിരി അവസരങ്ങൾ കിട്ടണം. അത് നമുക്ക് കവിതയിൽ നിന്ന് ഏതെടുക്കാം? മിലേ സബ്കോ പങ്ക് ഓർ ഉഡ്നെ കെ ലിയെ ഖുലാ ഏക് ആസ്മാൻ. എല്ലാവർക്കും ചിറകും പറക്കാൻ വേണ്ടിയിട്ട് ആകാശവും വേണം അല്ലേ. ആ ലൈൻസിൻ്റെ ആശയങ്ങളാണ് ഈ മുകളിൽ ബ്ലൂവിൽ തന്നിരിക്കുന്നത്. അടുത്ത നോക്കാം. ജീനെ കെ ലിയെ സബ്കോ ജമീൻ മിൽന ജ്യാദ ജരൂരി ഹെ. ഏറ്റവും വലിയ അത്യാവശ്യം എന്താണ്? ജമീനാണ്, തറ എന്നാണ്. അപ്പോൾ നമുക്കറിയാം അല്ലേ കവിതയിൽ ഉസ്സേ ഭി ജ്യാദ ജരൂരി കി മിലേ സബ്കോ ജീനെ കെ ലിയെ ജമീൻ. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യം ഒരു ലാൻഡാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെ സിമ്പിളാണ്, വേറൊന്നുമില്ല. ഇനി ഇത് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് നോക്കാം. നമൂനെ ദേഖേ. നമൂനെ എന്ന് വെച്ചാൽ മോഡൽ, മാതൃക നോക്കൂ. എസെ ജോഡെ ഗോളെ സെ ടൂൺകർ ലിഖെ. എന്നിട്ട് ഇവിടെ ഈ ഒരു ഷെയ്ഡിൽ ബോക്സിൽ തന്നിട്ടുണ്ട് ഒരു 1 2 3 4 5 വേർഡ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ആപ്റ്റായിട്ടുള്ളത് എടുത്ത് എഴുതാനാണ് പറയുന്നത്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ മക്കളെ. എന്താ ഈ വിശേഷണം എന്ന് പറഞ്ഞാൽ? വിശേഷണങ്ങൾ നമ്മൾ പറയുമല്ലേ. എന്താ ഈ വിശേഷണം? നമ്മളൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നത് എന്താണോ അതിനെ നമുക്ക് ഹിന്ദിയിൽ വിശേഷണം എന്ന് തന്നെ പറയാം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ തത്തയെ തോത്ത എന്നാണല്ലോ ഞാൻ പറയുവാണേ, പച്ചത്തത്ത. അപ്പോൾ തത്തയ്ക്ക് കൊടുത്ത വിശേഷണമാണ് പച്ച. അപ്പോൾ അവിടുത്തെ വിശേഷണം ഏതാണ്? വിശേഷണ ശബ്ദം എന്ന് പറയുന്നത് ഹര തോത്ത. തോത്ത എന്ന് പറഞ്ഞാലോ അതൊരു സംജ്ഞ അല്ലെങ്കിൽ ഒരു നൗണാണല്ലേ, ഒരു സബ്ജക്റ്റാണ് തോത്ത. ആ സബ്ജക്റ്റിനെ വിശേഷിപ്പിച്ചതാണ് പച്ചത്തത്ത, അല്ലെങ്കിൽ കുഞ്ഞു തത്ത, ഭംഗിയുള്ള തത്ത, എൻ്റെ തത്ത എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ തത്തയെ നമ്മൾ എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചാലും അതാണ് വിശേഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഖുലാ ആസ്മാൻ, വിശാലമായ ആകാശം എന്ന് പറഞ്ഞല്ലേ. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സംജ്ഞ, പേര്, നൗണാണ്. ഖുല എന്ന് പറഞ്ഞാലോ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളതാണ്, നൗണിനെ വിശേഷിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഈ ബോക്സിൽ നമുക്ക് എഴുതാം ഊഞ്ചാ പേട്, ഉയർന്ന മരം.
ലാൽ ഗുലാബ്, ഗുലാബ് എന്ന് വെച്ചാൽ റോസ, ലാൽ എന്ന് പറഞ്ഞാൽ റെഡ്, റെഡ് റോസ, കണ്ടോ ചുമന്ന റോസ, നമുക്കത് വിശേഷണമല്ലേ. ടണ്ട പാനി, പാനി വെള്ളം, ടണ്ട തണുത്ത, തണുത്ത വെള്ളം, വെള്ളത്തിന് കൊടുത്ത വിശേഷണമാണ് തണുപ്പ്. അടുത്ത് ഹര തോത്ത, നേരത്തെ പറഞ്ഞതാ പച്ചത്തത്ത. ബഡാ മക്കാൻ, വലിയ കെട്ടിടം, ചെറിയ കെട്ടിടം, ഭംഗിയുള്ള കെട്ടിടം അല്ലേ, ആ കളറുള്ള അല്ലെങ്കിൽ വൈറ്റ് കളറുള്ള കെട്ടിടം അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ബഡാ മക്കാൻ. ഇനി നിങ്ങളോട് അതുപോലെ ഇതാണ് വിശേഷൺ ശബ്ദം എന്ന് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഒരു നൗണിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വിശേഷണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതുപോലെ രണ്ട് വേർഡ്സ്, രണ്ട് വിശേഷണം കൂടി നമ്മളോട് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗുലാബ് എന്ന് വെച്ചാൽ റോസ, നമുക്ക് പീല ഗുലാബ് എന്ന് പറഞ്ഞൂടെ, പീല എന്ന് വെച്ചാൽ യെല്ലോ, യെല്ലോ റോസ പറയാം. മുർച്ചായ ഗുലാബ്, മുർച്ചായ വാടിയ പൂവ്, വാടിയ റോസ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വിശേഷണങ്ങളാണ്. ഇനി ഗരം പാനി, ചൂടുള്ള വെള്ളം, മീഠാ പാനി, മധുരമുള്ള വെള്ളം, കണ്ട. സുന്ദർ തോത്ത, മനോഹരമായ തത്ത, നൻഹ തോത്ത, ചെറിയ തത്ത. നയാ മക്കാൻ, പുതിയ കെട്ടിടം, മസ്ബൂത്ത് മക്കാൻ, മസ്ബൂത്ത് എന്താ, ബലമുള്ള ശക്തിയുള്ള കെട്ടിടം. അപ്പോൾ ഓക്കെ അല്ലേ, വിശേഷൻ സെറ്റ്. ഇനി നോക്കാം, ഈ കവിതയുടെ ഒരാശയം എഴുതാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക, കവിതയുടെ പേര് എഴുതണം അല്ലേ, കവിതക്ക് ആശയം. എന്താ കവിതയുടെ പേര്, മിലേ സബ്കോ, എല്ലാവർക്കും കിട്ടണം. ഇതാരാ എഴുതിയത്, ശ്രീ ആത്മരഞ്ജൻ. ആത്മരഞ്ജൻ്റെ ഒരു കവിത അല്ലേ മിലേ സബ്കോ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. മിലേ സബ്കോ ശ്രീ ആത്മരഞ്ജൻ കി ഏക് പ്രതീകാത്മക കവിത ഹെ. മിലേ സബ്കോ എന്ന് പറഞ്ഞാൽ ആരുടെ കവിതയാ, ആത്മരഞ്ജൻ്റെ കവിത. ഓക്കെ, കവി കഹത്തെ ഹാങ്കി, കവി ഏത് കവിയാണ്, ആത്മരഞ്ജൻ ഇവിടെ പറയുന്നു എന്തെന്നാൽ, ബീജ് കോ ബഡ്നേക്ക് ലിയെ മിഠി, ഒരു വിത്തല്ലേ ബീജ്, വിത്തിന് വളരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമെന്ന് പറഞ്ഞിരിക്കണേ, മിഠി മണ്ണ് വേണം, ധൂപ് വെയിൽ വേണം, ഹവ കാറ്റ് വേണം, പിന്നെ അത് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ലാൻഡ്, ജഗഹ് ഒരു സ്ഥലം വേണം അല്ലേ, അല്ലാണ്ട് ഇത് വളരൂ ഇല്ല, അപ്പോൾ അതിന് ഉറച്ച് നിൽക്കാനൊരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹർ ഇൻസാൻ ഗോഭി ആകെ ബഡ്നേക്ക് ലിയെ, എല്ലാവർക്കും ആകെ എന്ന് വെച്ചാൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല പരിസ്ഥിതികളല്ലേ, നല്ല നമുക്ക് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. ഓർ സമാന അവസർ ചാഹിയെ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി, തുല്യമായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒരാൾക്ക് കൂടുതലും ഒരാൾക്ക് കുറവും അങ്ങനെ പറ്റില്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെ അവകാശങ്ങൾ കൊടുക്കുക. കവി കാ സന്ദേശേക്ക്, കവിയുടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, സബ്കോ ജീവൻ മേ ബരാബർ മൗക്ക മിൽന ചാഹിയെ, എല്ലാവർക്കും ജീവിതത്തിൽ ബരാബർ തുല്യമായ മൗക്ക അവസരങ്ങൾ ലഭിക്കണം. അഗർ ഇൻസാൻ കോ സഹി മാഹൗൽ മിലെ, കണ്ടോ നമ്മുടെ അതായത് മനുഷ്യർക്ക് മാഹൗൽ എന്ന് വെച്ചാൽ സാഹചര്യം, കറക്റ്റായിട്ടുള്ള സാഹചര്യങ്ങൾ കിട്ടിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റൂ. ഇസലിയെ അവസർ സമാനത ജരൂരി ഹെ, അതുകൊണ്ടാണ് അവസർ സമാനത, അവസര സമത്വം, ഈക്വൽ ഓപ്പർച്യൂണിറ്റി അത്യാവശ്യമായിട്ട് വരുന്നത് അല്ലേ മക്കളെ. നമുക്കും അറിയാമല്ലേ, നമ്മൾ ഇന്ന് എല്ലാവരും ഒരുപോലെയല്ലേ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നത്, അല്ലാണ്ട് കുറച്ച് പേർക്ക് മാത്രം ക്ലാസ്സിൽ കയറാം, കുറച്ച് പേരെ കയറാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താ, അത് ശരിയാണോ, തെറ്റാണല്ലേ, അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പാടില്ല. അത് വളരെ വർഷങ്ങൾക്ക് മുന്നേ പുരാതന കാലത്ത് നിലനിന്നിരുന്ന സമ്പ്രദായങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ പാടില്ല, എല്ലാവർക്കും ഒരുപോലെ അവസരങ്ങൾ കിട്ടിയാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മുന്നോട്ട് വരാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ അല്ലേ, അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസ് വളരെ ഭംഗിയായിട്ട് നോക്കുക, നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.